ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു പരിപ്പ് കറിയാണ്. അപ്പം നമുക്ക് ഈ പരിപ്പ് കറി എന്ന് പറയുന്നത് നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റിയ പാകത്തിന് കുഴമ്പനായിട്ടെടുക്കുന്ന പരിപ്പ് കറിയാണ്. അപ്പോൾ നമുക്ക് ചിലവർക്കൊക്കെ മിക്കവർക്കും ചോറിൻ്റെ കൂടെ പരിപ്പ് കറി എന്ന് പറയുമ്പോൾ അത്ര കോമ്പിനേഷൻ അത്ര നല്ലതല്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ പരിപ്പ് കറിയും ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പരിപ്പ് ഞാൻ കുറച്ചൊരു നമുക്ക് ആവശ്യത്തിനെന്ന് വെച്ചാൽ ഞാനൊരു 1/4 കിലോ അടുക്കയില്ല, എന്നാലും കുറച്ചെടുത്തിട്ടുണ്ട്. അത് പാത്രത്തിലേക്കാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ട് നന്നായിട്ട് കഴുകണം. എന്ന് വെച്ചാൽ പരിപ്പിനൊക്കെ ഒരു മക്ക് ചുവയുണ്ടാവും. മക്ക് ചുവ മാറണവരെ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് ഇത് അടപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുക്കറിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പായസം പോലെയാകും. നമുക്ക് ഈ പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൊട്ടി വെന്തു എന്ന് വെച്ചാൽ വെന്തു ആ ഒരു പാകം മതി. നന്നായിട്ടിങ്ങനെ വെന്ത് കിട്ടണ്ട. അതിനായിട്ടാണ് ഞാൻ അടപ്പത്ത് വെച്ചേക്കണത്. അപ്പോൾ അത് വേവട്ടെ. അപ്പോൾ അതിനായിട്ട് ചുവന്നുള്ളി കുറച്ച്, ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 3 പച്ചമുളക്, ഇതൊക്കെയാണ് ഈ പരിപ്പ് കറിയിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അവനവൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ ചിലവർക്ക് വെളുത്തുള്ളി അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ഇഞ്ചി വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതേ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടല്ല തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തിളക്കുമ്പോഴത്തേക്ക് ഉപ്പിടാൻ പാടില്ല. എന്ന് വെച്ചാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവ് പയ്യെ ആകുള്ളൂ. അതിന് പകരം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് അധികം താമസം ഇല്ലാണ്ട് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഈ അടപ്പത്ത് വെച്ചേക്കണ. കാരണം കുറച്ച് ടൈം എടുക്കുമല്ലോ പരിപ്പ് വേവാനായിട്ട്. അതിനായിട്ടാണ്. അതിന് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. സവാള ഞാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പരിപ്പ് ഒന്ന് വെന്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫുള്ളായിട്ട് വെള്ളവും പറ്റരുത്. ഇത് വെന്തുടഞ്ഞു പോയിട്ടുമില്ല, വെന്ത് പൊട്ടിയ പാകില്ല. അപ്പോൾ നമുക്കത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വെന്തൊരു പൊട്ടിയ ഭാഗം. അപ്പോൾ വെള്ളം ഞാൻ ഫുള്ളും വറ്റിക്കാണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ സവാളയും ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ടേസ്റ്റ് ഈ പരിപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 ചുവന്നുള്ളി സവാളയും കൂടി ഇട്ടേക്കണത്. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ ഉപ്പ്, ഇപ്പോഴാണ് നമുക്ക് ഉപ്പിടേണ്ടത്. എന്ന് വെച്ചാൽ ഉപ്പ് നേരത്തെ ഇടാൻ പാടില്ല. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണവരെ നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ നിറമാവണ രീതിയിൽ മൊരിഞ്ഞ് കിട്ടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പയ്യെ ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ആദ്യം ഇളക്കിയത്. കണ്ട നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിക്ക് പിടിക്കണൊക്കെ നമുക്ക് മൊരിയും തോറും അത് ആ ഉള്ളി ഇഞ്ചിയൊക്കെയാണ് അടിക്ക് ഇങ്ങനെ പിടിച്ച് വരുന്നത്. അത് നമ്മൾ ഇളക്കും തോറും പയ്യെ പൊന്തി വരും. പേടിക്കാനില്ല, കരിഞ്ഞു പോവില്ല. അതിന് ശേഷം നമുക്ക് ചതച്ച മുളക് ഒരു 1.5 ടീസ്പൂൺ ചതച്ച മുളക് എടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ മുളക് ആദ്യം ഒന്ന് മൂത്ത് കിട്ടണ വരെ നമുക്കൊന്ന് പയ്യെ ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം സവാള എല്ലാം ഈ ചതച്ച മുളകിൽ കിടന്നൊന്ന് മൂക്കണം. അതിന് ശേഷം നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്ന് വെച്ചാൽ വെള്ളം വറ്റാത്ത രീതിയിൽ എടുക്കണം. എന്നാലും കുറുകി ആറിക്കഴിയുമ്പോഴത്തേക്കും ആ കുഴമ്പനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പരിപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് തിളച്ച് ഒരു കുറുകിയ പാകം, എന്ന് വെച്ചാൽ ഫുള്ള് വെള്ളം വറ്റാനും പാടില്ല, ഒരു കുറുകിയ പാകമാകുമ്പോഴത്തേക്കും മാത്രമേ നമുക്ക് തീ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ട നന്നായിട്ട് തിളച്ച് കുറുകിയ പാകമായിക്കൊണ്ടിരിക്കുകയാണ് പരിപ്പ്. അപ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം പരിപ്പിലേക്ക് വറ്റിയിട്ട് നല്ല തിക്കായിട്ട് കിട്ടും.
അതിന് വേണ്ടിയാണ്. അപ്പോൾ അതേ ഓഫ് ചെയ്ത് ദേ വെള്ളമൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോറൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക്, ഈ പരിപ്പ് കറിയും കൂട്ടി ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇച്ചിരി അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.